കിരണേ, നീ എന്തു കാണിച്ച നിന്റെ മുറി ഇട്ടേക്കുന്നേ? ഇന്ന് അവർ വരുമെന്ന കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ? എടാ ഒന്ന് വൃത്തിയാക്കടാ, എല്ലാം എന്റെ കൈ എത്തണമെന്നുണ്ട് എല്ലായിടത്തും. ഒന്ന് വൃത്തിയാക്കിക്കേ വേഗം. മുറിക്ക് എന്താണ് ഒരു കുഴപ്പം? എന്ത് വൃത്തിയായിട്ടാണ് ഇത് കിടക്കുന്നേ? ആകെയുള്ളത് 3-4 ഡ്രസ്സുകളാണ്, അതാ ബാസ്കറ്റിലാണ് കുത്തി വെച്ചാൽ മതി. ഇവനോട് പറയാൻ നിന്ന് എന്നെ വേണം പറയാനായിട്ട്. എന്റെ ദൈവമേ, ഞാൻ പണിയെടുത്ത് ചാവും. അമ്മയ്ക്ക് അച്ഛന് പണി ചെയ്യാൻ മടിയാണെങ്കിൽ പിന്നെ എന്തിനാ അവരെ എല്ലാരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അതിന് ഞാനല്ല, നിന്റെ അമ്മയും നിന്റെ അമ്മായും കൂടെയാണ് കുട്ടികൾക്കൊക്കെ ലീവല്ലേ, ലോക്ക്ഡൌൺ അല്ലേ, ഇവിടെ ഒന്ന് കൂടാന്ന് പറഞ്ഞത്. അമ്മായി ഒക്കെ ഉണ്ടോ? അപ്പോ അമ്മായിയുടെ മകനുണ്ടാവുമോ? ആ അർജുൻക്ക് ഒരു പഠിപ്പി വരുവായിരിക്കും. എന്നാൽ അവനെ ഒന്ന് കാണണം. ഒരു ഫംഗ്ഷനും പരിപാടിക്കും അവൻ വരാറില്ല. ഏത് സമയം പഠിക്കണം എന്ന ചിന്തയിൽ നടക്കുകയല്ലേ. ഇപ്പൊ എന്തോ അവൻ എൻട്രൻസ് കോച്ചിങ്ങിന് പോവുകയല്ലേ. അങ്ങനെയാ പഠിക്കുന്ന പിള്ളേര്. അല്ലാതെ നിന്നെപ്പോലെ വിളിച്ച കല്യാണത്തിനും വിളിക്കാത്ത കല്യാണത്തിനും തെണ്ടി നടക്കലല്ല അവരുടെ പണി. നിനക്ക് വീട്ടിലെ കാര്യമൊന്നും നോക്കാൻ പറ്റൂല, എന്നാ കണ്ട കല്യാണ സ്ഥലത്തൊക്കെ പോയി നടക്കും. ഓ അല്ല, എന്താ സ്പെഷ്യൽ വല്ലതുണ്ടോ? അല്ലാതെ എല്ലാരും കൂടെ ഒന്ന് ഒത്തുകൂടല്ലേ. അപ്പൊ നിന്റെ അമ്മ അവിടെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. നിന്റെ അമ്മ സൂപ്പറാ. ഓ, ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണ എന്തൊരു സോപ്പിടലാടേ. ഞാനാണ് അവൾക്ക് അരിയും ചിക്കനൊക്കെ വാങ്ങി കൊടുത്തേ. അതിന് എനിക്കൊരു നന്ദിയില്ലല്ലോ അല്ലേ? എനിക്കറിയാം. അയ്യോ പൊന്നച്ഛ, അച്ഛനും സൂപ്പർ തന്നെയാണേ.